ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചെയർമാൻ വരട്ടെ, ഞാൻ വോയിസ് ഒന്ന് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇതിൻ ബ്രോ ചുള്ളനായിട്ടല്ലോ. മോർണിംഗ്. അസ്സലാം. ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശിവദാസ് ഏട്ടാ. റീജ മാഡം ഇന്നത്തെ ദോശയാണോ ഇഡ്ഡലിയാണോ? ഇല്ല, ഇന്ന് ഡയറ്റ് ഫുഡാണ്. ചിയാ സീഡും ഓട്സും ആണ്. അതുകൊണ്ട് കാപ്പി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അതാണ്. പിന്നെ മോന് കൊണ്ടുപോകാനുള്ളതാണ് റെഡിയാക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. വിഷ്വലും വോയിസ് എല്ലാം പ്രോപ്പർ ആണല്ലോ അല്ലെ? ഓക്കെയാണ്. ഓക്കെയാണ്. വോയിസും ഓക്കെയാണ്. ഓക്കെ. അപ്പൊ പിക്ചർ ഓക്കെ ആണെന്നുള്ള സാറിന്റെ ഒരു എന്താ പറയാ അപ്രീസിയേഷനിലേക്ക് കിട്ടി. എവിടെ, വീട്ടിലാണോ? വീട്ടിലോ. ജിനു സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വാക്കിങ്ങിലാ? എക്സസൈസ് യോഗയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് കൂടുന്നുണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് ഓഡിയൻസ് ഉണ്ട് പുറത്ത്. പുറത്തെന്തുണ്ട്? പുറത്ത് കുറച്ച് ഓഡിയൻസ് ഉണ്ട് എന്ന് പറയാ. കിളികളുടെ ഒക്കെ സൗണ്ട് ഉണ്ടോന്നേ. ഡിസ്റ്റർബൻസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. വളർത്തണാണോ? എങ്ങനെ? വളർത്തുന്ന കിളിയാണോ? കേട്ടില്ല. വളർത്തുന്ന കിളികളാണോ ചോദിക്കുക? അല്ലല്ല. വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഏരിയ അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. രാജേഷ് സാർ എന്താ മാറിയല്ലോ? എന്താ ചെയ്ത്? താടിക്ക് കളഞ്ഞോ? ഞാനൊരു ആർട്ടിസ്റ്റും കൂടെയാണ്. അപ്പൊ നമ്മള് ഓരോ സമയവും ഓരോ വേഷമായിരിക്കും. ലുക്കാകെ മാറിയോ പെട്ടെന്ന്? അങ്ങനത്തെ ഒരു വേഷമായിരുന്നു. അങ്ങനെ പിന്നെ അതിന് പല വേഷങ്ങൾ, പല വേഷപ്പകർച്ചകൾ ജീവിതമാണ്. മുന്നോട്ട് സക്സസ്ഫുൾ ആയി പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പലതും വേണ്ടി വരും. ഇപ്പൊ എന്റെ അടുത്ത് തന്നെ ഇഷാം സാർ ചോദിച്ചു കേട്ടില്ലേ, പിന്നെ ചിലപ്പോ ഇങ്ങനെ ആയിട്ടില്ല, നേരിട്ട് കണ്ടിട്ടുണ്ടാവുക. ഇപ്പൊ ഡെയിലി ബാക്ക് ടു ബാക്ക് ട്രെയിനിങ് അല്ലേ, അസൈൻമെന്റ്സിന്റെ ഭാഗമായിട്ട്. ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ് സാർ. സാർ ഗുഡ് മോർണിംഗ്. താങ്ക് യു സാർ. ഗുഡ് മോർണിംഗ്. സാറിന്റെ സൗണ്ട് എന്തോ ബ്രേക്ക് ആയാണ് വരുന്നത്. എന്റേത് കുഴപ്പമുണ്ടോ? കാസറ്റ് വലിയതുണ്ട്. യെസ്. എന്റേതാണോ വിട്ടു വരുന്നത്? അതെ അതെ അതെ. എന്റെ റേഞ്ചിന് ഇഷ്യൂ ആണ്. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നില്ലേ? ഇപ്പൊ ഫൈനാ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സമയമായിട്ടുണ്ട്. Good morning all. The meeting in connection with the 7 a.m. morning drive of JC India Zone 28 is hereby called to order. നമ്മുടെ 253-ാമത്തെ ദിവസമായ 7 a.m. മോർണിംഗ് ഡ്രൈവിലേക്ക് ആദ്യമായി സോൺ 28-ന്റെ സോൺ പ്രസിഡന്റ് ചിത്ര മേഡത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, ഇന്നത്തെ ഗസ്റ്റ് സ്പീക്കറായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സോൺ ട്രെയിനർ നിതിൻ ബാബു സാറേയും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മറ്റു ഇവിടെ എത്തിച്ചേർന്നുള്ള മുഴുവൻ 7 a.m. മോർണിംഗ് ഡ്രൈവിന്റെ പ്രേക്ഷകരെയും സുഹൃത്തുക്കളെയും ഒറ്റവാക്കിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, 253 ദിവസമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രയാണം നമ്മുടെ സോൺകോൺ എന്ന് പറയുന്നത് ഒക്ടോബർ മാസത്തിലാണ് സോൺകോൺ വരിക, ഈ ഒരു വർഷത്തിന്റെ കലാശക്കൊട്ട. അപ്പൊ നമുക്ക് തുടർച്ചയായി കൊണ്ടുപോകേണ്ട ഒരു പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ പാർട്ടിസിപ്പന്റുമാണ്, ഓരോ ശ്രോതാക്കളുമാണ്. ഇവിടെയുള്ള ഓരോ ശ്രോതാക്കൾ തന്നെയാണ് നമ്മുടെ പാർട്ടിസിപ്പൻസ് ആയിട്ടും വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കേഴ്സ് ആയിട്ടൊക്കെ വരുന്നത് എന്ന് നമുക്കറിയാം. ഇന്ന് നമുക്ക് സ്പീക്കർ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ നിതിൻ സാറാണ്. JC വളാഞ്ചേരി റോയൽസിൽ നിന്നുള്ള നിതിൻ ബാബു സാറാണ്. അദ്ദേഹം JC ഇന്ത്യയുടെ പുതിയ ഒരു സോൺ ട്രെയിനർ ആയിട്ട് ഇറങ്ങിയ, ഈ വർഷം സോൺ ട്രെയിനർ ആയിട്ട് ഇറങ്ങിയതാണ്. അദ്ദേഹമാണ് ഇന്ന് നമുക്ക് സെഷൻ എടുക്കുന്നത്. മാക്സിമം ആളുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഒക്കെ ഓണാക്കിയിട്ട് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം വീഡിയോ ഒക്കെ ഓണാക്കിയ പ്രീജ മാഡം, രാജേഷ് സാറ്, വിജയൻ സാറ്, മുസ്തഫ സാറ്, ഹവ്വ മാഡം, അഭയൻ സാറ്, ഒരുപാട് ആളുകൾ ഇത് വേറെയും ഓണാക്കിയിരുന്നു. ഇപ്പൊ താൽക്കാലികമായിട്ട് ഓഫ് ആക്കിയിട്ടുണ്ട്. മാക്സിമം ആളുകൾ കഴിയുന്ന സമയം കുറച്ചൊക്കെ വീഡിയോ ഒക്കെ ഓണാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇന്നത്തെ സെഷൻ നമ്മോട് കുറച്ച് കാര്യങ്ങൾ സംവദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിതിൻ ബാബു സാറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നിതിൻ സാർ, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. താങ്ക് യു ചെയർമാൻ. താങ്ക്സ് ഫോർ ദ പ്രിവിലേജ്. സഹ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണ് എന്റെ കേരളം. നീലസാഗരം അതിന്റെ തന്ത്രിയിലുണർത്തിടുന്ന സ്വരസാന്ത്വനം. ഞാനൊക്കെ എന്റെ ചെറുപ്പം മുതല് കേട്ടിട്ടുള്ള കാലത്തൊക്കെ കേട്ട് കഴിഞ്ഞാല് ആ ദിവസം മൊത്തം ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു സോങ് ആണ് ഞാനിപ്പോ തുടങ്ങിയത്. സഹ്യൻ ശ്രുതി ചേർത്ത് വെച്ച് നമ്മുടെ അറബിക്കടല് സാന്ത്വനമേകിയ കേരളം. നമ്മുടെ കേരളം ഇന്ന് വലിയൊരു സാന്ത്വനം വേണ്ട ഒരു അവസരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, നമ്മുടെ വയനാട്, നമ്മള് സോൺ 28-ന്റെ ഭാഗമായിട്ട് കുറെ പേര് അവിടെ പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ എല്ലാരെ കൊണ്ടും പറ്റുന്ന രീതിയിൽ നമ്മൾ പല രീതിയിലും സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ കേരളത്തിന് പറ്റുന്നത്? കേരളത്തിന് മാത്രമല്ല, പൊതുവെ നമ്മുടെ രാജ്യവും ലോകവും എല്ലാം എന്താണ് ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ നമുക്കറിയാം, ഈ വർഷത്തിൽ വയനാടാണെന്നുണ്ടെങ്കിൽ 2018 മുതൽ ഓരോ വർഷവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് നമുക്ക് ഓരോ രീതിയിൽ പ്രളയമായിട്ടും ലാൻഡ് സ്ലൈഡിങ്, അതായത് ഉരുൾപൊട്ടലായിട്ടും പല രീതിയിൽ പേമാരി, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തില് എന്താ പറയാ, ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമില് നോർത്ത് സൈഡിൽ നിന്ന് ഓരോ ആളുകൾ വരും. അപ്പൊ നമ്മള് നോർത്ത് സൈഡ് നമുക്കൊന്നും അറിയില്ല, കുട്ടികളാണ്, നമുക്കൊന്നും അറിയില്ല. നമ്മളടുത്ത് പറഞ്ഞുതരാം, അത് വെള്ളപ്പൊക്കാണെന്ന് പറയാം. വെള്ളപ്പൊക്കത്തില് ഉൾപ്പെട്ട് ഇങ്ങോട്ട് വന്ന അഭയാർത്ഥികളാണെന്നോ ഒന്നും നമ്മളടുത്ത് നമ്മളെ പാരന്റ്സോ നമ്മളുടെ മുതിർന്ന ആളുകളോ പറഞ്ഞുതരാല്ല. വെള്ളപ്പൊക്കം വന്നു, വെള്ളപ്പൊക്കത്തിന്റെ ആൾക്കാരാണ്, ഇത്ര പറയാറുള്ളൂ. നമുക്കതൊന്നും അത്ര ഫെമിലിയർ അല്ലായിരുന്നു.
പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളും അതേ കണ്ടീഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ജാതിയുണ്ട്, മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്, പല ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസും ഉണ്ട്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരാളെ നമ്മുടെ സ്റ്റേറ്റ് വിട്ടോ നമ്മുടെ നാട് വിട്ടോ പുറത്തു പോകാൻ സമ്മതിക്കാറില്ല. ഇപ്പൊ JCI എത്രത്തോളം ഈ ഒരു കാര്യത്തെ ഈ ഒരു എന്താ പറയാ വയനാട് ലാൻഡ് സ്ലൈഡിങ് വന്നപ്പോ അവിടെയുള്ള ആളുകളെ സംഘടനകളെ ചേർത്ത് നിർത്തിയുള്ള നമുക്കറിയാം. അതുപോലെ ഓരോ സംഘടനയും ഓരോ മതവും ഓരോ രാഷ്ട്രീയവും അവരുടെ ഡിഫറെന്റ് യൂണിഫോം ആണെങ്കിൽ പോലും മനസ്സ് ഒരേ രീതിയിൽ ഒറ്റക്കെട്ടായി നിന്നിട്ട് നമ്മൾ വയനാടിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം അല്ലെ? ഇവിടെ വയനാട്ടിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ? എനിവൺ? ഉണ്ടാവില്ല, ഞാനങ്ങനെ വിശ്വസിക്കുന്നു. നമുക്ക് അവരോട് കൂടെ നിൽക്കാം. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മഴ വരുന്ന ടൈമിൽ 2018 നന്നായിട്ട് ഫ്ലഡ് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ തൊട്ടടുത്ത് വരെ എത്തി, വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. നമ്മൾ വീട്ടിൽ നിന്ന് മാറിപ്പോയി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്കറിയാം, നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാല് നമ്മൾ അവിടെ ഒരു ബിസ്ക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബിസ്ക്കറ്റിന് 10 രൂപ തിരിച്ചു കൊടുക്കും. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഏത് മതത്തിൽ പെട്ടവരായിക്കോട്ടെ, അമ്പലത്തിൽ പോവാണെങ്കിൽ നമ്മൾ ഭണ്ഡാരത്തില് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലും, ഞാൻ പൊതുവെ പറയാറുണ്ട്, നമ്മളൊരു പുഷ്പം കൊണ്ട് പോയാൽ മതി, പൈസ കൊണ്ട് പോകണ്ടെന്നുള്ളത്. അതുപോലെ പള്ളിയിലാണെങ്കിൽ കാണിക്ക വഞ്ചിയില്, നേർച്ചപ്പെട്ടിയിലൊക്കെ നമ്മൾ ഇടാറുണ്ട്. ഒരു കടയിൽ പോയി സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ തിരിച്ച് ഒരു കൺസിഡറേഷൻ എന്ന് പറയും, നമ്മൾ അതിനൊരു പ്രതിഫലം നൽകാറുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് റിസോഴ്സസ് തരുന്നത് ആരാ? നമ്മുടെ പ്രകൃതി, നമ്മുടെ മണ്ണ്, നമ്മുടെ സറൗണ്ടിങ്സ് ആണ്. നമ്മൾ എന്താ തിരിച്ചു കൊടുക്കുന്നത്? എന്തെങ്കിലും തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതിൽ എല്ലാവരും തിരിച്ചു കൊടുക്കാത്തവരാണ്, അങ്ങനെ അഭിപ്രായം എനിക്കില്ല. ആരെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്താണ്, നമ്മൾ ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ എടുക്കുന്നത് നമ്മുടെ പ്രകൃതിയിൽ നിന്നാണ്, നമ്മുടെ മണ്ണിൽ നിന്നാണ്. എന്താണ് നമ്മൾ പകരം തിരിച്ചു കൊടുക്കുന്നത്? ഇപ്പോ വീടുകളെല്ലാം വെക്കുമ്പോ മഴവെള്ള കുഴി ചെയ്യാറുണ്ട്. പല വീടുകളും വെക്കുന്ന സമയത്ത് അവര് അത് ചീറ്റ് ചെയ്താണ് കാണിക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് വെച്ച സമയത്ത് ഞാൻ കൃത്യമായിട്ടും മഴവെള്ള കുഴി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം സാറിന് ഒരു അപ്രീസിയേഷൻ എന്റെ മനസ്സിന്റെ ഭാഗത്തുനിന്നും. പിന്നെ ഇപ്പം ഗവൺമെന്റ് അങ്ങനെ ഒരു റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാവരും അത് പ്ലാനിൽ കാണിക്കും, പക്ഷെ ഒരിക്കലും എന്തുണ്ടാവാറില്ല, അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാറില്ല. കാരണം പ്ലാന് അപ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ അത് മസ്റ്റാ, ഗവൺമെന്റ് റെഗുലേഷൻ ആണത്. പക്ഷെ ഒരിക്കലും ആരും എന്ത് ചെയ്യാറില്ല, ഇത് ചെയ്യാറില്ല. അത് ചെയ്യണം. നമുക്ക് ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ തരുന്ന നമ്മുടെ സറൗണ്ടിങ്സിന് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ? എല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഇതുപോലെ അണ്ടർഗ്രൗണ്ട് വാട്ടർ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മഴവെള്ളത്തെ ഭൂമിയിലോട്ട് തന്നെ താഴ്ത്തി വിടുക. നല്ല രീതിയിലുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാലും ചെയ്യണം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മളെ പ്രകൃതിയാണ്, നമ്മുടെ ഭൂമിയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിരിച്ചു കൊടുക്കണ്ടേ? തീർച്ചയായും വേണം, അല്ലെ? അപ്പോ നമുക്ക് എന്തുണ്ട്? വരൾച്ച എല്ലാ വർഷവും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മഴയാണെന്നുണ്ടെങ്കിൽ നല്ല മഴ, ചൂടുള്ള ടൈം ആണെങ്കിൽ വരൾച്ച, വെള്ളമില്ലായ്മ, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകൾ. ഇനി ഫോറസ്റ്റ് ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ കാട്ടുതീ, മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ്, കാലാവസ്ഥാ വ്യതിയാനം, ഗ്ലോബൽ വാർമിംഗ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഇപ്പൊ ഡൽഹിയിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം, അവിടെ മൂക്കുമുട്ടി നിന്ന് കഴിഞ്ഞാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവിടെ വായു മലിനീകരിച്ച് ആകെ പൊല്യൂട്ടഡ് ആണ് അവിടെ. നമുക്ക് അവിടെ മാസ്ക് ഇല്ലാണ്ട്, നമ്മളിവിടെ കൊറോണ വന്നപ്പോഴും ഇപ്പൊ റീസെന്റ് നിപ്പ വന്നപ്പോഴൊക്കെയാണ് മാസ്ക് യൂസ് ചെയ്തത്. ഇല്ലെങ്കിൽ ഒരു അസുഖം വരുമ്പോഴാണ് മാസ്ക്. ഡൽഹിയിലൊന്നും ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മാസ്ക് ഇല്ലാണ്ട് നടക്കാൻ പറ്റില്ല. ശ്വാസം മുട്ടുകൊണ്ട് അവിടെ ആളുകൾ തളർന്ന് വീഴുക വരെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുക? പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ 2011
നമ്മുടെ ഗവൺമെന്റ് ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത പ്രകാരം മാധവ് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് വെക്കുകയുണ്ടായി. നമുക്കറിയാം നമ്മളെ സിസ്റ്റം ഒരുപാട് പിന്നോട്ടാണ്, നമുക്ക് ഒരുപാട് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. 2011 മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി ആ റിപ്പോർട്ട് വെച്ചുവെങ്കിലും അത് 2013 മാത്രമാണ് അത് ഹോൾഡ് ചെയ്തു. കാരണം രാഷ്ട്രീയപരമായിട്ടും വ്യാവസായികപരമായിട്ടുള്ള പല എന്താ പറയാ ബുദ്ധിമുട്ടുകളും പല ബാരിയേഴ്സും അതിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2011 ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തുവെങ്കിൽ പോലും പബ്ലിക്കിന്, അതും വിവരാവകാശ കമ്മീഷൻ വഴി ആവശ്യപ്പെട്ടത് പ്രകാരം മാത്രമാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നത്. അപ്പൊ അതിന്റെ പിന്നിൽ പൊളിറ്റിക്സും ബാക്കിയുള്ള കാര്യങ്ങളും ഒരുപാടുണ്ട്. അപ്പൊ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പശ്ചിമഘട്ടം ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്ര, ഗോവ, കർണാടക വഴി കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് സ്പ്രെഡായി കിടക്കുന്ന നമ്മുടെ പശ്ചിമഘട്ടം, ഞാൻ നേരത്തെ പറഞ്ഞ സഹ്യപർവ്വതം എന്താണ്, ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളത് പ്രൊട്ടക്ട് ചെയ്യാൻ, പ്രിസർവ് ചെയ്യാനെങ്കിലും മിനിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യണം. അന്ന് മാധവ് ഗാഡ്ഗിലിന്റെ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പറഞ്ഞത് ഈ ഏരിയയിൽ എന്ത് ചെയ്യാൻ പാടില്ല, മൈനിങ്, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മൈനിങ് ഓക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മൈനിങ്ങിന് പുറമെ മൈനിങ് പാടില്ല. ഇവിടെയുള്ള കൺസ്ട്രക്ഷൻസ്, ഇപ്പൊ നമ്മളെ ഹൈവേന്റെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ രീതിയിലുള്ള 6 ലൈനും 4 ലൈനും ഹൈവേകൾ ഈ ഏരിയയിൽ പാടില്ല. വീടുകളോ ബിൽഡിങ്ങുകളോ ഏതെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളോ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെല്ലാം പ്രത്യേകം സ്ട്രക്ചർ അവര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇത് പല കാരണങ്ങൾ കൊണ്ടും ഇതൊന്നും പാലിക്കപ്പെടാതെ പോവുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കരുതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗവൺമെന്റിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഭരണത്തിലേക്ക് വിടുന്നുണ്ട്, അവരല്ലേ ഇതെല്ലാം ചെയ്യേണ്ടതെന്ന്. ശരിയാണ്, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഓരോരുത്തരും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോ നമുക്ക് വേണ്ട വീട്ടില് പച്ചക്കറികൾ ഉണ്ടാക്കാം, പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന അതിൻ്റെതായ എഫക്ട് നമുക്ക് ഉണ്ടാവും. ഈ നേരത്തെ രാജേഷ് സാർ പറഞ്ഞ പോലെ വെള്ളത്തിന് ഭൂമിയിലോട്ട് തന്നെ തിരിച്ചു വിടുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഇപ്പൊ നമുക്ക് വീടും കാര്യങ്ങളും ഉണ്ടാക്കാനൊക്കെ മരങ്ങൾ വേണം, ശരിയാണ്. നമ്മൾ മരങ്ങൾ എടുക്കുമ്പോൾ തിരിച്ച് നമ്മൾ മരങ്ങൾ പ്ലാന്റ് ചെയ്യണ്ടേ. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടെ നമ്മൾ ചെയ്യാം. ഇപ്പോ നമുക്ക് നോർത്തൊന്നുമല്ല, മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പറയും അത് അവിടെയല്ലേ, നോർത്തിലല്ലേ, തമിഴ്നാട്ടിലല്ലേ, കർണാടകയിലല്ലേ, നമ്മളുടെ അല്ലല്ലോ. പക്ഷെ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ കേരളത്തിലും നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ജില്ലയിൽ നമ്മുടെ വീട്ടിൽ വരെ വന്നു. ഈ കാര്യം മാത്രമല്ല, ഒട്ടുമിക്ക കാര്യങ്ങളും, ഡ്രഗ് അബ്യൂസ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ വരെ വന്നു. ഇങ്ങനെ തൊട്ടടുത്ത് എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തെ തൊട്ടറിയുന്നത്. ഇപ്പോ വേറൊരു പാട്ട് നമ്മുടെ പ്രളയത്തിന്റെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു, നന്മയുള്ള ലോകമേ കാത്തിരുന്ന് കാണുക, കരളരിഞ്ഞ് വീണില്ലത് കരളുറപ്പുള്ള കേരളം. ശരിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജാതി മത ഭേദമന്യേ പൊളിറ്റിക്സും ബാക്കിയുള്ള എല്ലാ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസും മാറ്റി വെച്ച് നമ്മൾ മുന്നോട്ട് വരും ഒരൊറ്റക്കെട്ടായിട്ട്. ഇപ്പൊ തന്നെ അറിയാം, വൈഗാഡ് 10 ദിവസത്തോളം 10,000 പേർക്ക് അവിടെ ഫുഡ് നൽകി. പ്രതിഫലങ്ങളൊന്നും പ്രതീക്ഷിച്ചല്ല. ആ രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്ന ടൈമിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും, ഒരേ സ്വരത്തിൽ നിൽക്കും. നമ്മൾ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പറയാറുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടുന്നതാണോ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതെ നോക്കുന്നത് ഏതാണോ നല്ലത്? നമ്മൾ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞാൽ അസുഖം വരാതെ നോക്കുക. ഈ രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ നമുക്ക് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മളെ കുട്ടികളെ തന്നെ നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നാളെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നല്ല ഇന്നലകളെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായി നമുക്ക് ജീവിക്കേണ്ടി വരും. നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മളുടെ മക്കൾക്കോ നമ്മുടെ പേരക്കുട്ടികൾക്കോ നാളെ നമ്മൾ ജീവിച്ച രീതിയിൽ ജീവിക്കാൻ പറ്റുമെന്ന്? ഒരു ഉറപ്പുമില്ല. കാരണം ഇന്നത്തെ നമ്മളുടെ
സാമൂഹികമായിട്ടും പിന്നെ നമ്മുടെ എക്കോളജിക്കൽ ആയിട്ടുള്ള ലൈഫ് ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും പ്രളയമൊന്നും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ 2018 മുതൽ എല്ലാ വർഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നാളെ എന്ത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളെ കൊണ്ട്, ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് എങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും എന്നത് ആലോചിക്കാണ്ട് ഒരു നല്ല തിങ്കർ എന്താ ചെയ്യുക? സ്റ്റോപ്പ് തിങ്കിങ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ്. ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ചിന്തകൾ നിർത്തിവെച്ചുകൊണ്ട് പ്രവൃത്തികൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് നമുക്ക് എന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ വെള്ളത്തിന്റെ റിസോഴ്സ് എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. നമ്മൾ ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ യൂസേജ് നമുക്ക് ലിമിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്ത് ചെയ്യുക? മിസ്യൂസ് ചെയ്യാതിരിക്കുക. വെള്ളം മാത്രമല്ല, ആ രീതിയിൽ എല്ലാ വിഭവങ്ങളും നമുക്ക് ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് നമ്മൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ്ട് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുക. നമ്മുടെ നല്ല നാളേക്ക് കൂടി വേണ്ടി മാറ്റി വെക്കുക. ഈ രീതിയിൽ എന്തെല്ലാം ചെയ്തുകൊണ്ട് അതിനെ പ്രിസർവ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഈ പറഞ്ഞ വയനാട് തന്നെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് ഇല്ലാണെങ്കിൽ അവിടെ മൈനിങ്. ഇതിനിപ്പോ ഞാനൊരു ബേസിക്കലി ഒരു കൺസൾട്ടന്റ്, GST കൺസൾട്ടന്റ് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് കൂടിയാണ്. നമ്മുടെ കുറെ മൈനിങ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഇതിനെ വേറൊരു രീതിയിലാണ്. ഇതിന് എന്താ പറയാ, രണ്ട് വശങ്ങളുണ്ട് കേട്ടോ. എല്ലാറ്റിനും ഒരു കോയിനിന്റെ പോലെ, ഒരു നാണയത്തിന്റെ പോലെ രണ്ട് വശങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള രണ്ട് വശങ്ങളുണ്ട്. അവര് പറയുന്നത് ഈ മാധവ് ഗാഡ്ഗിൽ കോർപ്പറേറ്റിന്റെ സാരഥിയാണ്, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ ആവാം. പക്ഷേ ആ റിപ്പോർട്ടിനെ എല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാലും നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വേണ്ടി മാത്രം ഒരു എന്താ പറയാ, നമ്മളൊരു സ്വാർത്ഥനാവാതെ നമ്മൾക്ക് വേണ്ടി മാത്രം എന്നുള്ളത് മാറ്റി വെച്ചുകൊണ്ട് നല്ല നാളേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. നല്ല ശീലങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. നമ്മൾ മാത്രം ചെയ്താൽ പോരാ, വരും തലമുറയെ, നമ്മളെ മക്കളെ, നമ്മളെ പേരക്കുട്ടികളെ, വരും തലമുറയ്ക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുക. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ടാവാം, ടീച്ചേഴ്സ് ഉണ്ടാവാം. നിങ്ങൾക്കൊക്കെയാണ് എന്ത് ഇതിന് കൂടുതൽ സാധിക്കുക, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അവരിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരുന്നൊരു കാര്യമാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളൊരു കടയിൽ പോയി സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് MRP ഇല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു പ്രൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു പ്രൈസ് ഇടാൻ ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് നമ്മളുടെ എന്ത് വില മതിക്കാനാവാത്തത് തന്നെ പറയാം. അത്തരത്തിലുള്ള ഒരു കാര്യമാണ് നമ്മുടെ പ്രകൃതി തരുന്ന നമ്മുടെ വിഭവങ്ങൾ, വെള്ളമായിക്കോട്ടെ, വായു ആയിക്കോട്ടെ, എല്ലാം. അപ്പൊ അതിനെല്ലാം നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമ്മൾ തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തുകൊണ്ട് നല്ല നാളേക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? ഒന്നിച്ചു നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രശ്നം വരുന്ന ടൈമിൽ ഒറ്റക്കെട്ടായിട്ട് വേണം. ഇപ്പൊ തൊട്ടു മുമ്പ് നമുക്കിപ്പോ എന്താ പറയാ, നമ്മളെ ന്യൂസ് ചാനലുകളൊക്കെ ഭയങ്കര ബിസിയാണ്. അവര് ആ തിരുവനന്തപുരത്ത് നമ്മുടെ കനാലിലുണ്ടായ ആ പ്രശ്നം, അതിനുശേഷം അർജുന്റെ ഇഷ്യൂ വന്നു, അത് കഴിഞ്ഞ് ഇപ്പൊ വയനാട് വന്നു. എന്നും അവർക്ക് എന്തെങ്കിലും ആയിട്ട് 24/7 ആക്റ്റീവായിട്ട് ഇരിക്കാനുണ്ട്. ആ ട്രിവാൻഡ്രത്ത് ആ അഴുക്ക് ചാലിൽ സംഭവിച്ചത് എന്താ? അവിടെ മുനിസിപ്പാലിറ്റി റെയിൽവേ മുനിസിപ്പാലിറ്റിനെയും പഴിചാരിക്കൊണ്ടേയിരുന്നു. എന്താണ് അവിടുത്തെ പ്ലാസ്റ്റിക്കിന്റെ ഒരു അവസ്ഥ? പ്ലാസ്റ്റിക് കുന്നുകൂടി വയനാട് വന്ന് ഓരോ വീടിനും മുകളിൽ വന്ന് വീണ പാറക്കഷ്ണങ്ങളുടെ അത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് അവിടുത്തെ പ്ലാസ്റ്റിക് നിൽക്കുന്നത്. ഈ പ്ലാസ്റ്റിക് മുനിസിപ്പാലിറ്റി അവിടെ കൊണ്ടുപോയിട്ടതല്ല, നമ്മൾ ഓരോരുത്തരും നിക്ഷേപിക്കുന്നതാണ്. നമുക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് ചെയ്യുക. അതിനൊക്കെ റെഗുലേഷൻസ് ഉണ്ട്. നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മളൊരു വീടിന് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അതിൽ ഈ മഴക്കുഴി വേണമെന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും പ്ലാനിലേക്ക് മാത്രമായി ഒതുക്കും, ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. അതുപോലെ പ്ലാസ്റ്റിക് റെഗുലേറ്റ് ചെയ്യാനും ഇവിടെ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. ബട്ട് എന്താണ്, റെഗുലേഷൻസിൽ മാത്രമായിട്ട് ഒതുങ്ങി പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്, കുറച്ചല്ല, ഒരുപാടുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ അത് വളരെ ചെറുതായിക്കോട്ടെ ചെയ്യുക. സ്റ്റോപ്പ് തിങ്കിങ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ്.
ഇത്രയും പറഞ്ഞുകൊണ്ട് നല്ല നാളേക്ക് വേണ്ടി ഒരു ആപത്ത് വരുന്നതിന് മുമ്പേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ നല്ല നാളേക്ക് വേണ്ടി ഒരു ആപത്ത് വരുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ നമുക്കൊരൊറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്യാം, നല്ല കാര്യങ്ങൾ നമ്മളുടെ മക്കളെയും നമ്മളെ ഭാവിയെയും പഠിപ്പിച്ചുകൊണ്ട് സ്വയം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഇഷാം സർ, ഓവർ ടു യു. ഓക്കെ താങ്ക് യു നിതിൻ ബാബു സാർ ഫോർ യുവർ നൈസ് ടോക്ക്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു നേച്ചർ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രകൃതിക്ക് കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. എങ്ങനെ രീതിയിൽ മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രകൃതിയോട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായ കാര്യങ്ങൾ തിരുത്തേണ്ടത്, അത് കൃത്യമായിട്ട് കാണിച്ചു തന്നു. പ്രകൃതി ദുരന്തങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച സോൺ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് ഇതിന്റെ കൃത്യസമയത്ത് തന്നെ നമ്മുടെ ബാബു അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള സമയം യൂട്ടിലൈസ് ചെയ്തു. താങ്ക് യു നിതിൻ ബാബു സാർ. നമുക്ക് ദ ടൈം ഈസ് ഫോർ ഓപ്പൺ ഫോറം ആൻഡ് ഫീഡ്ബാക്ക്. പറഞ്ഞോളൂ. നവാസ് സാർ, നായർ സാർ, അനീസ് സാർ. ഗുഡ് മോർണിംഗ് സാർ. സാറേ ഗുഡ് മോർണിംഗ്, കേൾക്കാമോ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. സാധാരണ എല്ലാ ദിവസവും നമുക്ക് മീറ്റിംഗ് കഴിഞ്ഞാൽ തന്നെ ഇതിനെ ഫീഡ്ബാക്ക് പറയാനായിട്ട് ഭയങ്കര തള്ളുണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ഒരു ബോറൻ വിഷയം എന്ന് പറയുന്നത് ആ വിഷയത്തിന്റെ പ്രശ്നം കൊണ്ടല്ല, അത് കേൾക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. കാര്യം നമുക്ക് നമ്മളെ ഉപദേശിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് നിയമങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മനുഷ്യനെയും പ്രകൃതിയെയും വരുന്ന തലമുറയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറല്ലാത്ത മനോഭാവം നമ്മളിലേക്ക് ഒതുങ്ങുന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് ആൾക്കാർക്ക് വാക്കുകൾ കിട്ടാത്തത്. നമുക്കത് ശീലമില്ല. പക്ഷെ ഇത്തരം ശീലങ്ങൾ നമ്മൾ തുടങ്ങി വെക്കുന്നതാണ് നാളേക്കുള്ള ഭാവിക്ക് വേണ്ടിയും വരും തലമുറയ്ക്ക് വേണ്ടിയും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അത് ചെയ്യാത്തതുകൊണ്ടാണ് ഇന്നത്തെ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഞാൻ ആസ്വദിച്ച് തന്നെ കേട്ടൊരു വിഷയമാണ്. ഞാൻ ചിന്തിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സൂചിപ്പിച്ചത്. നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരമാണെന്ന് കിട്ടിയിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും പ്രാവർത്തികമാക്കേണ്ടതാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. എത്ര ആൾക്കാർക്ക് അത് ഉള്ളിലേക്ക് കിട്ടിയെന്നുള്ളത് എനിക്ക് അറിയില്ല. നമ്മൾ അങ്ങനെ മാറണം. മാറ്റം അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അത് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പല അറിവുകളും. അതാണ് എനിക്ക് ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ആ ഒരു വിഷയം സാറ് നല്ല രീതിയിൽ അവതരിപ്പിച്ചു. അത് ഉൾക്കൊണ്ട് കേട്ടവർക്കെല്ലാം കൃത്യമായിട്ടും അത് മനസ്സിലാക്കി ഇരിക്കാൻ പറ്റിയെന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും സാർ കൊണ്ടുവന്ന ടോപ്പിക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ. ഹലോ, ഞാൻ ഇന്ന് രാവിലെ 2-3 ചെടി നട്ടുപിടിപ്പിച്ചിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നത്. പക്ഷേ സാറിന്റെ ക്ലാസ് കേട്ടപ്പോഴാണ് നിങ്ങൾ പ്രകൃതിക്ക് വേണ്ടി എന്ത് കൊടുത്തു എന്നുള്ള ചോദ്യം, ആ ചോദ്യം എനിക്ക് എന്നെ വല്ലാതെ ആകർഷിച്ചു. അപ്പൊ ചെയ്തത് ചെറിയ ചെടിയാണെങ്കിലും ഒരു വലിയ കാര്യമാണെന്നുള്ള ബോധം എനിക്കുണ്ടായി.
തീർച്ചയായും സാർ, അത് ചെറിയ ചെടി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നുമില്ല. നമ്മൾ നമ്മുടേതായ ഇനീഷ്യേറ്റീവ് എടുക്കുക, നമ്മളെ കണ്ട് ബാക്കിയുള്ളവർ ചെയ്യട്ടെ. നമുക്ക് അങ്ങനെയെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം, അങ്ങനെയാണ് അത് വലുതാവുന്നത്. നിതിൻ സർ, ഞാൻ നവാസ്, പാണ്ടിക്കാട് റോയൽസ് ജെസിഐ. നിതിൻ സാറുടെ ഇന്നത്തെ സെഷൻ വളരെ മനോഹരമായിരുന്നു. സാറ് ആദ്യം ആ ഒരു ഗാനശകലം ഉണ്ടല്ലോ, അത് വെച്ച് തുടങ്ങിയത് തന്നെ നമ്മളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്തു. പിന്നെ സാർ ഇങ്ങനെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ കേട്ടപ്പോ പലരും മിണ്ടാതായി പോയത് എനിക്ക് തോന്നുന്നത് മറ്റേ കുറ്റബോധം കൊണ്ടാവും. നാം പ്രകൃതിക്ക് എന്ത് നൽകുന്നു എന്ന് ചോദിക്കുമ്പോഴല്ലോ, നമ്മളൊക്കെ ഓരോരുത്തരും ഇൻട്രോസ്പെക്ട് ചെയ്യായിരുന്നു. ഞാൻ സ്വാഭാവികമായിട്ട് ഇൻട്രോസ്പെക്ട് ചെയ്യായിരുന്നു. പിന്നെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും വയനാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ ആദ്യ ജോലി എന്ന് പറഞ്ഞത് വയനാടായിരുന്നു. ആദ്യ 2 കൊല്ലം ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറായി ഈ PWDയിലെ ഏക ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ആയിരുന്നു ജില്ലയില്. അതുകൊണ്ട് ആ ജില്ല മുഴുവൻ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൂരൽമലയും അവിടെയൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ആളുകളായിട്ട് പരിചയമുണ്ട്. അപ്പോ അവിടുത്തെ ആളുകൾക്ക് പരിസ്ഥിതി ബോധം കൂടുതലാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മളെ താഴെയുള്ള ആളുകളെക്കാളും കൂടുതൽ അവർ പ്രകൃതിയൊക്കെ ഇത് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ദുരന്തം വരുന്ന സമയത്ത്, പിന്നെ എൻ്റെ തന്നെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കൽ അവിടെ ഒരു പഞ്ചായത്ത് വർക്കിന്റെ ഒരു വാല്യുവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മേപ്പാടി അടുത്ത് ചൂരൽമലയിൽ പോയൊരു ഓർമ്മയാണ്. അപ്പൊ ഒരാളുടെ ബൈക്കിന്റെ പിറകെ, ഒരു 10-20 കൊല്ലം മുമ്പാണ്, ഒരാളുടെ ബൈക്കിന്റെ പിറകിലാണ് പോണത്. അപ്പൊ ആ സമയത്ത് അയാൾ ഇങ്ങനെ ആരോടോ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചത്, ഇങ്ങനെ ആരോടാണ്, എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാല്, അപ്പൊ അയാൾ ആ തേയിലത്തോട്ടത്തിൽ അവിടെ ഇങ്ങനെ മുഴുവൻ ഒരുതരം ഫോഗ് അടിക്കുന്നുണ്ട്. ആ ഫോഗ് മുഴുവൻ എന്താ പറയാ, പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കുന്ന കടുത്ത കീടനാശിനിയാണ്. ഇനി ആളുകൾ കഴുകുകൂടി ചെയ്യാതെയാണല്ലോ അത് കഴിക്കണത് എന്ന് പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീടും എനിക്ക് 2 വർഷം KCBയിലായിട്ട് അവിടെ ജോലി ചെയ്യേണ്ടി വന്നു. അപ്പോ പിന്നെ ഇതൊക്കെ ഈ പറയുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടൊക്കെ ഇങ്ങനെ ആലോചിക്കണം, അവിടെയുള്ള ആളുകള്. മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ പരിസ്ഥിതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നുണ്ട് യഥാർത്ഥത്തില്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്തകളായിരുന്നു മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിരുന്നത്. ഞാൻ ആദ്യം മുതലേ, നമ്മളൊക്കെ നയങ്ങനെ മാറ്റേണ്ടി വരുമല്ലോ. ആദ്യഘട്ടത്തില് ഞാൻ എന്താ പറയാ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ, നമ്മൾ വെറുതെ വാഹന പുക മലിനീകരണം ഉണ്ടാവണ്ടെന്നുള്ള അഭിപ്രായമായിരുന്നു. ജോലി കിട്ടിയപ്പോൾ ആദ്യത്തെ ബൈക്ക് വാങ്ങിയിട്ട് ഞാൻ ആ നയം ഉപേക്ഷിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അടുത്ത നയം ഇതായിരുന്നു, ബൈക്കൊന്നും കൊണ്ടുപോകണ വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മള് കാറിലൊക്കെ പോണതാണ് മോശം. കാരണം ഒരാള് കാറില് പിന്നെ 4-5 ആൾക്കുള്ള, അപ്പൊ പുക ഒരുപാടാണല്ലോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നയം ഉപേക്ഷിക്കേണ്ടി വന്നു. എയർ കണ്ടീഷണറുകളെ കുറിച്ചുള്ള നയം കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കേണ്ടി വന്നു. ഈ അപ്പോ ഏതാണ് നമുക്കിത് എന്താ പറയാ, സസ്റ്റൈൻഡ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും, നമ്മൾ തന്നെ പല കാര്യങ്ങളും ലംഘിക്കേണ്ടി വരുന്നു എന്നുള്ള ചിന്തയാണ്. പ്രകൃതിയോട് ഒട്ടി നിന്നുകൊണ്ട് പരമാവധി പൊല്യൂഷൻസ് കുറച്ച് എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ള ചിന്തയാണ്. പലപ്പോഴും ഞങ്ങള് ജോലിപരമായ പല സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഓരോ മലയുടെ പല പല ഭാഗങ്ങളായി പലതരം ക്രഷറുകള് കരിങ്കല്ലുകൾ എടുത്തിട്ട് ഓരോ ഭാഗങ്ങൾ കാണുമ്പോൾ നമ്മുടെ തന്നെ ഹൃദയം വെട്ടിപ്പൊളി. പക്ഷെ നമ്മള് ജോലിപരമായി ആലോചിക്കുമ്പോൾ ഈ ക്രഷറൊന്നും ഇല്ലെങ്കിൽ എവിടെ കെട്ടിടങ്ങൾ ഉണ്ടാവും, എവിടെ കരിങ്കല്ല് കിട്ടിയില്ലെങ്കിൽ എവിടെ കെട്ടിടങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പിന്നെ ബിൽഡിങ്ങുകൾ ഉണ്ടാവുന്നു. എന്തിനും നമ്മുടെ സ്ഥാപനം തന്നെ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ നമ്മുടെ ചിന്ത നമ്മളെ മനസ്സിലേക്ക് വരും. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ആകെ സ്റ്റണ്ട് സീനിലൊക്കെ കാണുന്ന പോലെ ആകെ ഒരു മല മൊത്തത്തിൽ ഇടിച്ച് പൊളിച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരുവിധം എല്ലാ മലകളും. ഇവിടെ നമ്മൾ മെയിൻ റോഡ് ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, മലകളുടെ മുകളിലൊക്കെ ഏകദേശം ഇവിടെ അതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പൊ ഇങ്ങനെ ഓരോ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്ന സാറിന്റെ സെഷൻ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. വളരെ മനോഹരമായി സാർ അത് അവതരിപ്പിച്ചു. നമ്മൾ എന്തായാലും ഈ കാര്യത്തിൽ വളരെ ഉത്ബുദ്ധരാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സാറ് പറഞ്ഞതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട കാര്യം. താങ്ക്സ് സാർ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. നിതിൻ സാർ, എൻ്റെ പേര് അനീഷ് എന്നാണ്. ഞാൻ പൊന്നാനി JCയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടർഫുൾ സെഷൻ ആയിരുന്നു.
കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് പറയാൻ അറിയില്ലെങ്കിലും ഇപ്പൊ നവാസ് സാറ് പറഞ്ഞ പോലെ സത്യത്തിൽ ഒരു കുറ്റബോധം ഉണ്ട്. എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പ്രകൃതിയിൽ ജീവിച്ച ഒരാളല്ല. പ്രകൃതിയെ ചെറുതായിട്ട് മനസ്സിലാക്കുന്ന സമയത്താണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും എന്താ പറയാ, നഗരവൽക്കരണത്തിൽ നമ്മൾ ഒലിച്ചു പോയപ്പോൾ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് എന്നെ പോലത്തെ ആൾക്കാർ. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്താ വെച്ചാല്, ഇപ്പൊ നേരത്തെ രാജേഷ് ചന്ദ്ര സാറ് പറഞ്ഞതുപോലെ നമ്മളെ മഴവെള്ളം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുഴികൾ ഞാൻ വെക്കാറുണ്ട്. പിന്നെ അതേപോലെ വേസ്റ്റുകൾ ഞാൻ പുറത്തേക്ക് തള്ളാറില്ല. ഞാൻ എൻ്റെ അതിൽ വേണ്ടി ഒരു കമ്പോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് വേസ്റ്റ് ഞാൻ സൂക്ഷിക്കാറ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റികളാണ് ഞാൻ ചെയ്യുന്നത്. ഇത് എൻ്റെ പരിമിതമായ സമയം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിവേ കുറേ അധികം തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ പരിഹരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ പരിഹാരങ്ങളും കൂടെ ചെയ്യുന്നുണ്ട് എന്ന് സാറിനെ ഓർമ്മിപ്പിക്കുകയാണ്. എനിവേ സൂപ്പർ സെഷൻ ആയിരുന്നു, അടിപൊളി. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഹവ്വ മാഡത്തിന്റെയും അസീസ് സാറിന്റെയും വളരെ മനോഹരമായ വരികൾ ഉണ്ട് കേട്ടോ ചാറ്റ് ബോക്സിൽ. ഇസാം സാർ അതൊന്ന് പറയായിരിക്കും നന്നായിരിക്കും. അസീസ് സാർ, പ്രകൃതിയുടെ സുഹൃതങ്ങളെ തച്ചുടക്കാതെ മണ്ണിനും വെണ്ണിനുമായിടയിൽ പുണ്യമാക്കപ്പെട്ട ആവാസ വ്യവസ്ഥ നമുക്ക് കിട്ടിയ ഒരു നിധിയാണെന്ന് മനോഹരമായി ബോധ്യപ്പെടുത്തിയ നിതിൻ ബാബു സാറിന് സ്നേഹപൂർവ്വം നന്ദി. അസീസ് വിളംബരം, കോട്ടക്കൽ. ഹവ്വ മാഡം, തുടക്കത്തിലെ വരികൾ അതിമനോഹരമായി പാടി, അർത്ഥവത്തായ വാക്കുകൾ, വളരെ മനോഹരമായ ഒരു സെഷൻ ആയിരുന്നു. ഒരുപാട് നല്ല തിരിച്ചറിവുകൾക്ക് നിതിൻ സാർ ഒരുപാട് നന്ദി. ഓക്കെ, വേറെയും ഒരുപാട് ആളുകൾ മെസ്സേജിൽ ഒരുപാട് നന്ദി മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. നാളെ നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. എന്തായാലും ഇന്ന് വീഡിയോ ഒക്കെ ഓണാക്കി ആക്റ്റീവായിരുന്ന് മെസ്സേജ് ഒക്കെ അയച്ച് വീഡിയോ കേട്ട് ഫീഡ്ബാക്സ് ഒക്കെ പറഞ്ഞ എല്ലാ ആൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നിതിൻ ബാബു സാറിന്റെയും സെഷൻ അടിപൊളിയായിരുന്നു. ഓക്കെ, നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടിയിട്ട് രാജേഷ് സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു ഫോർ ദി പ്രിവിലേജ്. ഈ ഇത്തരത്തിലൊരു 7 AM മോർണിംഗ് ഡ്രൈവ് എന്നൊരു പ്രോഗ്രാം, അങ്ങനെ അതിനെ ഒരു തുടക്കം വെച്ച ചിത്രാമ ആദ്യത്തെ നന്ദി. അതുപോലെ ഈ ഒരു സെക്ഷൻ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ഹിഷാം സാറിനും നന്ദി അറിയിക്കുന്നു. സാറിന്റെ അഭാവത്തിൽ ഈ ഒരു ഇത് തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള എല്ലാ ചെയർമാനായിട്ട് നിന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വിഷയം തന്നെ നമ്മുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് കൊണ്ടുവന്ന നമ്മുടെ നിതിൻ സാറിന് ഹൃദയത്തിൽ തൊട്ട വളരെ നന്ദി. കാരണം നമ്മളെപ്പോഴും കൂടെ നിൽക്കുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ആൾക്കാരോടാണ്. അവരെ പുകഴ്ത്താൻ നമ്മൾ നമ്മുടെ സമയം ഒരുപാട് ചെലവഴിക്കും. പക്ഷേ നല്ല കാര്യങ്ങൾ പറയുന്നവർക്ക് ആ ഒരു അംഗീകാരം തുടക്കത്തിൽ കിട്ടണമെന്നില്ല. നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വാഴ്ത്തപ്പെട്ടവരായിട്ട് തന്നെ മാറും. കാരണം ജനങ്ങള് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്ന ഒരു സമയം വരും. അത് നേരത്തെ സാർ പറഞ്ഞതുപോലെ ആ ഒരു കുറ്റബോധമാണ് നമുക്ക് ഇവിടെ വന്നിട്ട് 2 വാക്ക് പറയാൻ വേണ്ടിയിട്ട് പലരെയും പിന്നോട്ട് വലിക്കുന്നത്. അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അംഗീകരിക്കാത്തത് കൊണ്ടോ അല്ല. ആ ഒരു കുറ്റബോധം അത് എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. അതൊരു തുടക്കമാണ്. എന്തായാലും ഇന്ന് ഇത്ര വളരെ മനോഹരമായിട്ട്, അതുപോലെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് സാറിന്റെ ഈ മീറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായത്തിലോട്ടൊന്നും ആരും കടന്നില്ല. ഒരു വെർച്വൽ മീറ്റിംഗ് ഒക്കെ ആവുമ്പോൾ ആദ്യം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. സാർ അത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് കൃത്യമായിട്ടും കിട്ടത്തക്ക രീതിയിൽ സാർ അത് സജ്ജീകരിച്ചത് അത് വളരെ നന്നായിരുന്നു. നമുക്കത് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടുപോയിരിക്കാം. അതുപോലെ തന്നെ സാറിന്റെ സൗണ്ടും അത് അവതരിപ്പിച്ച രീതിയും അതും വളരെ മനോഹരമായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ ഇന്ന് നമ്മളെ ഇത്രയും നേരം സമയവും നമ്മളെ മുഷിപ്പിക്കാത്ത രീതിയിൽ കൃത്യസമയത്ത് തന്നെ ആ മീറ്റിംഗ് എടുത്ത സാറിനെ എന്റെ ഹൃദയത്തിൽ തൊട്ട ഒരു നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരുന്ന, ഒരു ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു 7 AM മോർണിംഗ് ഡ്രൈവിനെ വളരെ സക്സസ് ആയിട്ട് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ദൗത്യം അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു രാജേഷ് സാർ ഫോർ യുവർ നൈസ് ടോക്ക്. വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞതിന് എല്ലാവരും നന്ദി രേഖപ്പെടുന്നു.
നമുക്ക് നാളെ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ദ മീറ്റിംഗ് ഇൻ കണക്ഷൻ വിത്ത് 7 AM മോർണിംഗ് ഡ്രൈവ് ഓഫ് JC ഇന്ത്യ സോൺ 20 is hereby adjourned. എല്ലാവർക്കും സുപ്രഭാതം നേരുന്നു. Thank you, Isham sir. Thank you, faculty, and thank you all. Thank you.